ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് സിദ്ദീഖ് പുത്തഞ്ചാലിൽ. നമ്മൾ നിത്യേന പത്രത്തിൽ വായിക്കുന്ന ചില വാർത്തകളാണ് അഴിമതിക്കാരനായ എന്ന ഉദ്യോഗസ്ഥനെ വിജിലൻസ് പിടികൂടി. ഇത്തരം വാർത്തകൾ ധാരാളമായി നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം, എന്തുകൊണ്ടാണ് സമൂഹത്തിൽ അഴിമതിക്ക് ഒരു കുറവും വരാത്തത്? ഇത്രയൊക്കെ നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ സമൂഹത്തിൽ അഴിമതി കുറയണമല്ലോ. അത് എന്തുകൊണ്ടാണ് കുറയാത്തത് എന്ന് ചോദിച്ചാൽ, ഒരു മികച്ച അഴിമതിക്കാരൻ ഒരു മികച്ച കഴിവുള്ള ഉദ്യോഗസ്ഥനായിരിക്കും. അതാണ് അതിൻ്റെ വാസ്തവം. കാരണം മികച്ചവനും നല്ല കഴിവുള്ളവനുമായ ഒരു ഉദ്യോഗസ്ഥന് മാത്രമേ ഒരു മികച്ച അഴിമതിക്കാരനാകാൻ കഴിയും. മികച്ച അഴിമതിക്കാരൻ എന്ന് പറഞ്ഞാൽ ധാരാളമായ അഴിമതി നടത്തുന്നയാൾ. 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ വേണ്ടി ആളുകളെ വലയ്ക്കുന്ന അഴിമതിക്കാരെ അല്ല ഉദ്ദേശിച്ചത്. ധാരാളമായ അഴിമതി നടത്തുന്ന, പലപ്പോഴും എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റുന്ന, രാഷ്ട്രീയക്കാരുടെയും പൊതുജനങ്ങളുടെയും സാമാന്യ ജനങ്ങളുടെയും ഒക്കെ ഇഷ്ടം പിടിച്ചു പറ്റുന്ന ഒരു മികച്ച ഉദ്യോഗസ്ഥൻ ആവാൻ, ഒരു മികച്ച അഴിമതിക്കാരനാകാൻ മികച്ച ഉദ്യോഗസ്ഥന് കഴിയും. അതെന്താണെന്ന് ചോദിച്ചാൽ, നിയമം അതേപടി പകർത്തി അങ്ങോട്ട് വായിച്ച് അതുപോലെ പ്രവർത്തിക്കാൻ പ്രത്യേകിച്ചൊരു കഴിവിൻ്റെ ആവശ്യമില്ല. നിയമത്തിൻ്റെ പഴുതുകൾ കണ്ടെത്തി, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉള്ള കഴിവാണ് ഒരു മികച്ച ഉദ്യോഗസ്ഥൻ്റെ കഴിവ്. ബുക്കിലുള്ളത് അതേപടി വായിച്ച് പ്രവർത്തിക്കാൻ കഴിവ് വേണ്ടല്ലോ. അപ്പോൾ ഓരോ നിയമത്തിൻ്റെ ഇടയിലുള്ള പഴുത് കണ്ടെത്തുക, അല്ലെങ്കിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ എത്രത്തോളം ഫ്ലെക്സിബിളാക്കി നമുക്ക് അനുകൂലമാക്കി എടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി പ്രവർത്തിക്കുന്നതിന് ഒരു മികച്ച ഉദ്യോഗസ്ഥനെ കഴിയുകയുള്ളൂ. ചുരുക്കം അത്തരത്തിലുള്ള മികച്ച ഉദ്യോഗസ്ഥർ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ലാതെ പൊതുജനങ്ങളെ സേവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിയമങ്ങളിലെ പഴുതുകൾ കണ്ടെത്തി, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ഫ്ലെക്സിബിളാക്കി പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ അത് താരതമ്യേന കുറവാണ്. അത്തരം ഫ്ലെക്സിബിലിറ്റി തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുന്നവരാണ് ഭൂരിപക്ഷവും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കും അവരെ ഇഷ്ടമാണ്. കാരണം അവരുടെ കാര്യങ്ങൾ നടക്കും. പൈസ ചിലവായാലും കാര്യങ്ങൾ നന്നായി നടക്കും. രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് പല ഉയർന്ന ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകും. ആളുകളുടെ തരം പോലെ പൈസ ഉള്ളവരിൽ നിന്നും വെറുപ്പിക്കാതെ അത് വാങ്ങിയെടുക്കാനും, അല്ലെങ്കിൽ ഉന്നത ബന്ധങ്ങളിലുള്ളവർക്ക് പലതും നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ചെയ്തു കൊടുക്കാനും ഒക്കെ കഴിവുള്ളവരാണവർ. ഉന്നതമായ ബന്ധങ്ങളും അതുകൊണ്ട് തന്നെ ഉണ്ടാകും. അത് ആണ് ഇത്തരം അഴിമതി തുടച്ചു നീക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം. അതാണ്. പിന്നെ ഉള്ള ഒരു വശം എന്നുണ്ടെങ്കിൽ, നമ്മുടെ മൊത്തത്തിൽ പൊതുവിൽ ഒരു രീതിയുണ്ട്. ഒരാൾ ഒരിക്കൽ ഒരു കുറ്റം ചെയ്ത് ഒരു കുറ്റവാളി ആയിപ്പോയാൽ അവന് പിന്നെ അതിൽ നിന്നും മോചനം ഉണ്ടാവുകയില്ല. അവനെ മോചിതനാവാൻ സമൂഹം അനുവദിക്കുകയില്ല. അവനെ പഴയ കണ്ണോടുകൂടി തന്നെ ആളുകൾ കാണുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ പല ഗുണ്ടകളുടെയും ചരിത്രം, അല്ലെങ്കിൽ മോഷ്ടാക്കളുടെയും ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവർ ഗുണ്ടാ പ്രവർത്തനം നിർത്തി ഒരു സാമാന്യ ജീവിതത്തിലേക്ക് വരാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും പൊതുജനം അവരെ ആ അർത്ഥത്തിൽ സ്വീകരിച്ചിട്ടില്ല. അത് കുറേയൊക്കെ സ്വാഭാവികവുമാണ്. അതുപോലെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് അതിൻ്റെ ഭാഗവാക്കായവരെ തിരിച്ച് പൊതുധാരയിലേക്ക് ഉൾക്കൊള്ളാൻ പൊതുസമൂഹം തയ്യാറാവുകയില്ല. ഇത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒരിക്കൽ അഴിമതിയിൽ പിടിക്കപ്പെട്ടാൽ അയാൾക്ക് സർവീസിൽ പെട്ടെന്ന് തന്നെ താൽക്കാലികമായി പുനഃപ്രവേശനം നടത്തണമെങ്കിൽ അയാൾക്ക് ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ ലഭിച്ചാൽ, ഇപ്പോൾ വിജിലൻസ് കോടതി ശിക്ഷിച്ചു എന്ന് കരുതുക. വിജിലൻസ് കോടതി ശിക്ഷിക്കണമെങ്കിൽ അതിന് കുറേ പഴയകാലം പോലെയല്ല, കുറേ കടമ്പകൾ അതിനുണ്ട്. ഒരാൾ ഈ കെമിക്കൽ ലായനി അല്ലെങ്കിൽ പൊടി ഉപയോഗിച്ച് പിടിച്ചതുകൊണ്ട് മാത്രം ഒരു കോടതിക്ക് ഇപ്പോഴത്തെ കാലത്ത് ശിക്ഷിക്കാൻ കഴിയുകയില്ല. അതായത് ഒരാളെ അങ്ങനെ പൊടിയിട്ട് നോട്ട് എന്തെങ്കിലും പറഞ്ഞ് കൊടുത്ത് ചതിക്കാൻ ഉദ്ദേശിച്ചാൽ അത് എളുപ്പമല്ല. അയാളുടെ കയ്യിൽ ഈ പൈസ കൊടുത്ത ആൾ, അല്ലെങ്കിൽ വിജിലൻസിലെ പരാതിക്കാരനെ
പരാതിക്കാരനുമായി ബന്ധപ്പെടുന്ന ഒരു ഫയൽ ഈ പ്രതിയുടെ അല്ലെങ്കിൽ ഈ അഴിമതിക്കാരൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഫയലിൽ ഒരു അഴിമതി നടത്തുന്ന ഒരു ആക്ഷൻ അയാൾ ചെയ്തിരിക്കണം. അതും കൂടി ഈ കെമിക്കൽ തെളിവിനോടൊപ്പം അതും കൂടി കൃത്യമായി പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചാലേ ഈ വിജിലൻസ് കോടതി ശിക്ഷിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ കടമ്പകളുണ്ട്. ഇനി വിജിലൻസ് കോടതി ശിക്ഷിച്ചാലും ഹൈക്കോടതിയിൽ പോയാൽ ജാമ്യം കിട്ടും. കേസ് കുറേ ഇങ്ങനെ നീണ്ടുപോകും, പക്ഷെ ജാമ്യം കിട്ടും. ഈ ജാമ്യം കിട്ടണമെങ്കിൽ നല്ലൊരു വക്കീലിനെ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പോലെ നിയമത്തിൻ്റെ പഴുതുകളും ഒക്കെ കണ്ടെത്തി കുറേ പണം ചിലവാക്കിയായിരിക്കും ജാമ്യം കിട്ടുക. ജാമ്യം കിട്ടി തിരികെ സർവീസിൽ പ്രവേശിച്ചാൽ ഈ കേസിനുള്ള ചിലവ് മുഴുവൻ കണ്ടെത്തണം. അതായത് ഓൾറെഡി ജാമ്യം കിട്ടാൻ ചിലവായ പൈസ, തുടർന്ന് ഇനി കേസ് നടത്താനുള്ള ചിലവ്, ഇനി എന്തെങ്കിലും കാരണവശാൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ ഇനിയുള്ള കാലം കഴിയാനുള്ള ചിലവ്, ഇതൊക്കെ ഈടാക്കണമെങ്കിൽ തുടർന്ന് വളരെ നല്ല തോതിൽ ഇനിയും കൈക്കൂലി വാങ്ങിയാലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു കൈക്കൂലിയിൽ നിന്നും പിടിക്കപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദീർഘമായി കൈക്കൂലി വാങ്ങേണ്ടത് അയാളുടെ ഒരു ആവശ്യമായി, ഒരു എസെൻഷ്യാലിറ്റിയായി മാറുകയാണ്. അപ്പോൾ തുടർന്നും നല്ല രീതിയിൽ അയാൾക്ക് അഴിമതി നടത്തിയേ സാധിക്കൂ, അങ്ങനെ കഴിയൂ. മാത്രമല്ല ഒരനുഭവമുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെ പിടിക്കപ്പെടാതെ ഇത് ചെയ്യാം എന്നും അയാൾ പഠിച്ചിരിക്കും. ഇത്തരം കുറേ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് സമൂഹത്തിൽ നിന്നും ഉദ്യോഗസ്ഥരുടെ ഇടയിൽ നിന്നും അഴിമതി തുടച്ചു നീക്കാൻ കഴിയാത്തത്.